ഹേ ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. വളരെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ എല്ലാ സംതൃപ്തിയോടു കൂടിയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത്. കഥകളും വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും ചിക്കൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നേരെ എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിലേക്കാട്ടോ പോയത്. അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം മെട്രോയിലാണ് നമ്മൾ പോയത്. എങ്ങടാണ് പോയതെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ദുബായ് മാളും ബുർജ് ഖലീഫയും കാണാനായിട്ട്. ദുബായ് മാൾ എൻ്റെ ഡ്രീമൊന്നും അല്ലെങ്കിലും ബുർജ് ഖലീഫ് കാണുക എന്നുള്ളത് വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ എൻ്റെ. വിരലിലെണ്ണാവുന്ന കുറച്ച് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഈ ബുർജ് ഖലീഫ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മെട്രോയിലേക്ക് പോയത്. ഇവിടുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പോകെ പോകെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേഷൻ മാറിയാട്ടോ ഇറങ്ങിയത്. യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട ഞങ്ങൾ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. മോള് കാറിലിരുന്ന് ഉറങ്ങുമായിരുന്നെങ്കിലും മെട്രോയിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആൾ എണീറ്റു കേട്ടോ. പിന്നെ ആക്റ്റീവായിരുന്നു. എന്താ ഏതാണെന്നൊന്നും പിടിയില്ലെങ്കിലും എങ്ങോട്ടോ പോവുകയാണെന്നുള്ള കാര്യം ആൾക്കും മനസ്സിലായി. ഓൾക്കും പുറത്തു പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ലെഫ്റ്റ് സൈഡ് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. ദുബായ് ഫ്രെയിം കാണാനായിട്ട് സാധിച്ചു. ഗോൾഡൻ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ആകൃതി വരുന്നത്. കാഴ്ചക്കാർക്ക് ഒരേ സമയം ഓൾഡ് ദുബായും ന്യൂ ദുബായും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. പിന്നെ കണ്ടതാണ് ഫ്യൂച്ചർ മ്യൂസിയം. നെക്സ്റ്റ് 50 ഇയേഴ്സിൽ ദുബായ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഇതിൻ്റെ ഉള്ളിലെന്നാണ് കേട്ടോ പറയുന്നത്. ടോട്ടൽ 23 ഫ്ലോറുകളാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഓരോ ഫ്ലോറും തന്നെ ഫിലിം സെറ്റോട് കൂടിയിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളുകൾക്ക് നന്നായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തീം മനസ്സിലാവുന്ന രീതിയിലുമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മെട്രോ ഇറങ്ങുന്നത് നേരെ ദുബായ് മാളിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് വഴിയായിട്ടാണ് കയറാനായിട്ട് സാധിക്കുന്നത്. കുറച്ചധികം തന്നെ നടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ആ നടന്ന വഴി തന്നെ നമുക്ക് ഗ്ലാസ്സിലൂടെ തൊട്ടപ്പുറത്ത് ബുർജ് ഖലീഫയും ദുബായ് മാളൊക്കെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. കുറേ ടൈം നോക്കി നിന്നു. ഹിസ്റ്ററീസിലൂടെയും ഫോട്ടോസിലൂടെയൊക്കെ മാത്രം കണ്ട് പരിചയമുള്ള ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ലൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ബുർജ് ഖലീഫയുടെ മുന്നിൽ നടക്കുന്ന വാട്ടർ ഡാൻസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം നോക്കിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. വേൾഡ് ലാർജസ്റ്റ് മാളാട്ടോ ദുബായ് മാൾ എന്നുള്ളത്. എണ്ണം പറയാൻ പറ്റാത്ത അത്ര സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ തന്നെ അക്വേറിയവും ഐസ് റിങ്കും ഒരുപാട് കാര്യങ്ങളാട്ടോ അതിനകത്തുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ഡേയിലൊന്നും അത് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കയറുന്ന എൻട്രൻസ് ഈ വഴിയായിരുന്നു കേട്ടോ. മാളിലേക്ക് കയറിയപ്പോഴത്തേക്കും മോളിറങ്ങി ഓടിട്ടോ. അവൾ പിന്നെ കുട്ടികളെയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ പുറകെയും അങ്ങനെയൊക്കെ ഓടും. പിന്നെ ഭയങ്കര രസമായിട്ട് അവൾ ഓടി കളിച്ച് നടക്കുമായിരുന്നു. അതിൽ കൂടെ കുറേ പേരെയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രസമുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു ഫുഡ് സെക്ഷനും അതുപോലെ തന്നെ കുറച്ച് അത്തറിൻ്റെയും സ്പ്രേയുടെയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് ആക്സസറീസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ വഴി നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. ടോട്ടൽ 4 ഫ്ലോറാട്ടോ ഇതിനകത്തുള്ളത്. അറൗണ്ട് 20,000-ത്തിലധികം സ്റ്റാഫുകളാട്ടോ ദുബായ് മാളിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവർ. പിന്നെ പോയത് അക്വേറിയത്തിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സ്ഥലത്ത് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു സൈഡിലേക്കൊരു വഴി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് പോയി നിന്നപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഫിഷ് മോളുടെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. മോൾക്ക് മാത്രമല്ല നമുക്കും കുറേ ടൈം അവിടെ തന്നെ നിൽക്കാനായിട്ട് തോന്നും. അത്രയധികം മീനുകളും അത്രയധികം ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു മീനിൻ്റെയൊക്കെ കെയർ ടേക്കേഴ്സ് ആയിരിക്കാം. മീനുകളെ പോലെ തന്നെ അവരും നന്നായിട്ട് ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും ഒരു രസമുണ്ടായിരുന്നു. പിന്നെ അക്വേറിയം മാത്രമല്ല, അണ്ടർ വാട്ടർ സൂ കൂടി ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീനുകളുടെ കൂടെ ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ നടത്തും പോലെ നമുക്ക് തോന്നുന്നത്. ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണാൻ പോയത് വാട്ടർഫോൾസ് ആട്ടോ. മാളിൻ്റെ അകത്തുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. ഇതിനകത്ത് നമുക്ക് കുറേ ഡൈവിങ് ഫിഗേഴ്സ് കാണാനായിട്ട് സാധിക്കും. താഴത്തേക്ക് ഡൈവ് ചെയ്യുന്ന ഫിഗേഴ്സായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോഴേക്കും വാട്ടർ ഡാൻസിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ 1 അവറോ 1.5 അവറോ കഴിഞ്ഞിട്ട് എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് പോകാനുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഒരിത്തിരി പോലും സ്ഥലമില്ലാത്ത മറ്റു തിരക്കായിരുന്നു. അതിൽ ലൈറ്റിംഗ് ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇതെല്ലാം കാണാനും നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ സാധിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും മോളൊക്കെ ആകെ ടയേർഡായിരുന്നു, നമ്മളും ടയേർഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റോയും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും മസ്സലാമ, ബൈ ബൈ.